ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പം എൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇന്ന് വരുന്നത്. അപ്പോൾ ഇലക്ഷനൊക്കെ ഇങ്ങ് എത്തി തുടങ്ങിയല്ലേ, ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഇനി. അപ്പം ഇനി വോട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഒരു പാർട്ടിയില്ല. പക്ഷേ ആർക്ക് വോട്ടിടും എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെ. LDF ഇടണോ, BJP ഇടണോ, UDF ഇടണോ? എന്തായാലും അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ. എന്നെപ്പോലെ കുറേ ഉള്ളവർ ഇപ്പോഴും കാണും എങ്ങനെ ആർക്ക് വോട്ടിടും എന്നുള്ള ഡൗട്ടായിട്ട്. ആര് വന്നാലും പണിയാണ് എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഞാൻ നോട്ട് ഇടൂല. ആർക്കെങ്കിലും ഒരാൾക്ക് ഇടത്തേ ഉള്ളൂ, പാർട്ടിക്ക് ഇടത്തേ ഉള്ളൂ. എന്നാലും ഞാൻ വോട്ടിടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ആ വഴിക്കങ്ങ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നാളെ 9-ാം തീയതി. അപ്പം നാളെയാണ് വോട്ടിടുന്നത്. നാളെ എനിക്ക് ലീവായിരിക്കും. പറ്റുമെങ്കിൽ വോട്ടിടാൻ പോകുന്ന അതൊന്ന് വ്ളോഗായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ടേക്കാം. ഗൈസ്, UDFും LDFും കുഴപ്പമില്ല. പക്ഷേ ഈ BJPൻ്റെ കാര്യം സത്യം പറയാമല്ല, അവരെ കാര്യം ഭയങ്കര പരിതാപകരമാണ്. കാരണം അവർ തന്നെ മീഡിയാസിന് ഓരോരോ ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് എങ്ങനെ വോട്ട് കിട്ടാതിരിക്കാൻ പറ്റുമെന്നുള്ളത് മീഡിയാസിന് BJPക്കാർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് മണ്ടത്തരങ്ങളും കുറേ കാര്യങ്ങളൊക്കെ നടന്നു. എല്ലാ സംഭവങ്ങളും ശരി തന്നെ. അവരെ തോട്ടെന്താണെന്ന് നമുക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനം പോലെ കേരളം അവരെ കയ്യിൽ കൊടുത്താൽ ആവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ അതുപോലെ അത്ര അങ്ങോട്ട് പറ്റിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള സംസ്ഥാനത്തെക്കാളും കേരളം ശരിക്കും ഡിഫറൻറ്റ് തന്നെയാണ്. അത് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും എനിക്ക് തീർത്തും എന്തുകൊണ്ടും കേരളം ഭയങ്കര വ്യത്യാസമാണ്. അവിടുത്തെ കാലം UPനേക്കാളും എന്തുകൊണ്ടും ഇവിടെ കേരള വ്യത്യാസമുള്ളതാണ്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി തന്നെ. അവിടുത്തെ സ്ട്രീറ്റുകളെ വൃത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി തന്നെ. അവിടുത്തെ എല്ലാം അതിപ്പോൾ അവിടെ അങ്ങനെയാണ്. അവിടെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ അവരും അതുമായിട്ട് അങ്ങോട്ട് സിങ്കായി കഴിഞ്ഞു. ഉദാഹരണത്തിന് ഞാൻ ഒരു പബ്ലിക് ടോയ്ലറ്റ് കണ്ടതാണ്. ആണുങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംഭവം ചെയ്യും. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴി കൂടി നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആണുങ്ങൾ ഇട സൈഡിൽ പബ്ലിക് ടോയ്ലറ്റാണ്, മറയൊന്നുമില്ല. ഇത് തന്നെ അവിടുത്തെ പരിപാടി. അത് സ്ഥലവും ഞാൻ ഓർക്കണില്ല. ഞാൻ തോന്നുന്നു പ്രയാഗ്രാജാണെന്നാണ് തോന്നുന്നത്. സംഭവം അങ്ങനെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ പോലീസൊക്കെ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ലേഡി പോലീസൊക്കെ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഒട്ടും ശരിയാവില്ല. മാത്രമല്ല അവിടുത്തെ സാധനത്തിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കുറച്ച് അറിയാം. ഞാൻ അവിടെ പോയപ്പം ഒരുപാട് ഫുഡിന് നല്ല കഷ്ടപ്പെട്ടു. നമ്മളെ കേരളം പോലെ പൈസ കൊടുത്താൽ കഴിക്കാൻ പറ്റുന്ന വേറൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്കിലേ എനിക്കും അതുകൊണ്ട് എന്താണ് ഇന്ത്യ എന്ന് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഈ വീഡിയോ കാണുന്നവർക്കും അതൊരു അറിവാകും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിൽ കൂടി നിങ്ങൾ പറയണം. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യും. നാളെ എന്തായാലും ഇനിയിപ്പോൾ വോട്ടിടാൻ പോവുകയില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞത്. ശരി, അപ്പോൾ നോക്കാം. 9-ാം തീയതി കാണാം. ആർക്ക് വോട്ടിടാമെന്ന് നോക്കാം. ഇതുവരെ തീരുമാനിച്ചില്ല. എന്തായാലും നോക്കാം. എന്ത് ചൂടല്ലേ ഗൈസ്. ഞാൻ ഇതിൻ്റെ അകത്തു നിന്നാണ് പണിയണത്. എന്നാലും മൊത്തം ചൂട് തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തും നല്ല ചൂട് തന്നെ. പോരാത്തതിന് കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയ്ക്ക് ബെറോട്ടയാണ് കഴിച്ചത്. കണ്ടില്ലേ, ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവരും. കാരണം മൊത്തം ചൂടാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ നിന്നാൽ ശരിയാവില്ല. ഒരു സൗണ്ട് ഗൈസ്, ഒരു മീൻ വണ്ടി പോയതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ കേട്ടത്. എന്തായാലും മറ്റുള്ള കാര്യത്തിലേക്ക് പോട്ടെ. കാണില്ല ഗൈസ്, അങ്ങനെ കണക്ഷനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. സ്വിച്ച് ബോർഡിൽ കണക്ഷനൊക്കെ കൊടുത്തിട്ട്
ടൂൾസൊക്കെ ഇറക്കി വെച്ച് എല്ലാം സെറ്റായി നിൽക്കുന്നത്. കുടിക്കാനുള്ള കുടിവെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ കൊണ്ടുവന്നത് മാത്രമല്ല, ഇവിടെ നിന്നും കിട്ടും കേട്ടോ. ഈ സൈറ്റിൽ നിന്ന് വെള്ളം കിട്ടും. ഇതാ കണ്ടില്ല, ഇത് അന്നത്തെ വെള്ളമാണ്. ഇനി അവരത് മാറ്റിയിട്ട് അടുത്ത വെള്ളം കൊണ്ടൊന്ന് വെക്കും. അപ്പം അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വർക്ക്. കണ്ടില്ല, വേറൊന്നുമില്ല. ഈ 4 പൈപ്പിൽ ഈ സ്റ്റെയറിങ്ങിനെ ഓട്ടിച്ച് ഇങ്ങനെ കറങ്ങി നമുക്ക് ഇവിടെ എത്തിക്കണം. കറക്റ്റ് എടുക്കാൻ പറ്റണില്ല, കുറച്ച് ഇത് വേണം. കണ്ടില്ലേ, ഈ സ്റ്റെയർ കറങ്ങി വന്ന് ഇവിടെ ഇങ്ങ് കയറും. കണ്ടില്ലേ, കുറച്ച് കയറുള്ളൂ, അത്രയും കയറത്തില്ല, അത്രയും വരത്തില്ല. ബാക്കി അവർ കോൺക്രീറ്റ് ചെയ്തിട്ടെടുക്കും. നമ്മൾ സ്റ്റെയർ കവർ ചെയ്ത് കോൺക്രീറ്റ് ഇട്ടിങ്ങ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തടി വരും, ഫുൾ തടി വർക്കാണ്. എന്നിട്ട് ഹാൻഡ് റെയിൽ പറഞ്ഞത് ഗ്ലാസ്സാണ്. വേറെ ആരും വന്നില്ല, ഞാനാണ് ആദ്യം വന്നത്. അതുകൊണ്ടാണ് എത്ര സമയം കിട്ടിയപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇൻട്രോ കഴിഞ്ഞാൽ വേറെ വിഷയമില്ല, പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഒരു കണ്ടിന്യൂഷൻ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇൻട്രോ എടുക്കേണ്ട താമസം പാടേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇതാണ് സൈറ്റ്, പുളിയറക്കുളം സൈറ്റാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് സൈറ്റ്. കാരണം എൻ്റെ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത്. വേറൊന്നുമില്ല, ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പ്ലാറ്റ്ഫോമും അവിടെ വരും. അത് കഴിഞ്ഞ് സ്റ്റെയർ അടിച്ച് പോകാനാണ് പ്ലാൻ. എന്തായാലും ബാക്കിയുള്ളവരാരും വന്നില്ല. വരുമായിരിക്കും. ഇപ്പം മണി 9 ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. മണി സമയം ഇപ്പോൾ ഒരു 10:30. ഞാൻ എന്താ ഒരു സൈറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോഴാണ് വേറൊരു സൈറ്റിൽ പോകാൻ പറഞ്ഞത്. അങ്ങനെ വേറൊരു സൈറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 സൈറ്റും കൂടി കഴിഞ്ഞിട്ടേ അടുത്ത സൈറ്റിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സൈറ്റിൽ പോവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. ചില ദിവസങ്ങളിൽ ഫുള്ള് കറക്കവും ഇരിക്കും. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഉച്ച സമയമായി. ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ച സമയമായി. വേറൊരു ബേക്കറി പോയി വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഗൈസ്, അങ്ങനെ ആ സൈറ്റിലുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇന്നൊന്നും പറയണ്ട ഗൈസ്, ഞാൻ പോയ ക്ലയൻറ്റിൻ്റെ മൊബൈലൊക്കെ ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് പോന്നു. എൻ്റെ ഫോണെന്ന് വെച്ച് ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ കവർ ഒരുപോലെ ഇരിക്കണം, അവരെ മൊബൈലിൻ്റെ കവർ ഒരുപോലെ ഇരിക്കണം. അങ്ങനെ ഞാൻ വിചാരിച്ച് എൻ്റെ ഫോണെന്ന് വിചാരിച്ച് അവരെ ഫോൺ ഞാൻ എടുത്തുകൊണ്ട് പോന്നു. പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത്, പകുതി എത്തിയപ്പോഴാണ് അറിഞ്ഞത്. തിരിച്ച് കൊണ്ടുപോയി കൊടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ സൈറ്റിൽ പോവേണ്. ഇനി അവിടെ ഉള്ള കാഴ്ചകൾ കാണാം. ഇതിനിടയ്ക്കുള്ള സൈറ്റുകളിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല ചൂടും വെയിൽ കാരണം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളായിരുന്നു. ഞാൻ പിന്നെ ഇപ്പം ഇനി അടുത്ത സൈറ്റിലോട്ട് പോകാൻ പോവുകയാണ്. ഗൈസ്, അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം എന്ത് പറയാൻ ഗൈസ്, ഇന്നൊരു വല്ലാത്ത ദിവസമാണ്. കാരണം ഇന്ന് ആ കസ്റ്റമറിൻ്റെ മൊബൈലും എടുത്തുകൊണ്ട് ഞാൻ വന്ന് അവർ നല്ലോണത്തിൽ പേടിച്ച് അവർ വിചാരിച്ചാണ് ഞാൻ അതും കൊണ്ട് പോയതാണെന്ന്. പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അവരെ ഇടയ്ക്ക് വിളിച്ചിരുന്നു എന്ന് പറയണം ഫോണിൽ. പക്ഷേ എനിക്ക് ആ ഫോണിൽ കോളൊന്നും വന്നില്ല. ഞാൻ ടപ്പനെ പിന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ന് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ പോണു. എന്തായാലും ഉച്ചയായി. ഇനിയിപ്പോൾ ഞാൻ മറ്റേ സൈറ്റിൽ പോയാണ് അടുത്ത് ഇനിയുള്ള പണികൾ. അപ്പോൾ കാണാം. ഇങ്ങനത്തെ ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതായിരുന്നു ഇന്നത്തെ വർക്ക്. ഇപ്പം സമയം 5 മണിയായി. നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, സാധനങ്ങളൊക്കെ റെഡി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കണ്ടില്ല ഗൈസ്, ഇന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി